പാട്ടൊക്കെ കേട്ടിട്ടാട്ടോ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നത്. എന്നും വരുന്ന ബസ്സാണതേ. ചേച്ചിയുടെ പിള്ളേർക്ക് പുസ്തകം വാങ്ങാൻ അമ്മയും ചേച്ചി എല്ലാവരും കൂടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടാ. ചേച്ചി വന്നിട്ടില്ല, ചേച്ചി രണ്ട് പിള്ളേരാണ് കേട്ടത്. അത് കണ്ട വഴിക്ക് തന്നെ ഭയങ്കര സന്തോഷം കേട്ടാ. കുറച്ച് നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ പിന്നെ അവർ കുറച്ച് മുന്നേ വാങ്ങി വെച്ചേ. അപ്പോൾ നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങി അവർ ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കെൻ്റെ ചെറുപ്പകാലമായിട്ട് ഓർമ്മ വന്ന് സ്കൂൾ തുറക്കണേക്കാളും കുറച്ച് ദിവസം മുന്നേ നമ്മൾ പുസ്തകം കാര്യങ്ങളൊക്കെ വാങ്ങി. അതിൽ പ്രത്യേകം മണമാണല്ലോ പുതിയ പുസ്തകത്തിന്. പഴയ ഓർമ്മകളൊക്കെ എനിക്ക് വന്നേ. ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക്. ഞങ്ങളുടെ അടുത്തുള്ള കട ഫേമസ് ചായ ലേമൊക്കെ കുടിച്ചിട്ടാ കണ്ടത്. പുറത്ത് നടപ്പ് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചായ വാങ്ങി കുടിച്ചേ. പിന്നെ പുറത്ത് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കൂറ്റനാടാണ് ഞങ്ങളുടെ ടൗണിൻ്റെ പേരിട്ട. കൂറ്റനാട് കയറിയത് വാങ്ങിയ സ്ഥിതിക്ക് കടകളിലൊക്കെ ഒന്ന് കയറി. പിന്നെ പിള്ളേർക്ക് ഇവിടെ വീട്ടിലെത്തിയപ്പോൾ സാധനങ്ങൾ നിരത്തി കാണിച്ചു കൊടുക്കേണ്ട തിരക്കാണ്. അച്ചാച്ചൻ, അതായത് എൻ്റെ അച്ഛനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ കുട്ടിക്കാലൊക്കെ ആയിട്ട് ഓർമ്മ വന്നേക്ക് എനിക്ക് ചെരുപ്പ് വാങ്ങിയതിൻ്റെ പവറാണ് അവൾ കാണിച്ചത്. പിന്നെ ഞാനാട്ടോ പൊതിയുന്നത്. കുട്ടികളൊക്കെ അത് നെയ്സിൽ പൊട്ടിക്കുന്ന സഹായിക്കുന്ന എല്ലാത്തിനും തിരക്കുണ്ട്. ഞാൻ വന്ന വഴിക്ക് തന്നെ അതിനായിട്ട് ഇരുന്ന് പൊതിയണം എന്ന് വാശി പിടിച്ചിട്ട്. പിന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് പഴയ ഓർമ്മകളൊക്കെ വന്നപ്പോൾ അങ്ങനെ നൊസ്റ്റാൾജി അടിച്ചിട്ട് അവിടെ ഇരുന്ന്. വീഡിയോയിലൊക്കെ ഒരുവിധം കഴിഞ്ഞുകൊണ്ട് തന്നെ ക്ഷീണമായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ട് കാണാം. ബായ്.